ട്രാഫിക് നിയമലംഘനം നടത്തിയതിന് സ്കൂട്ടർ യാത്രികയ്ക്ക് 1.25 ലക്ഷത്തിലധികം രൂപ ഫൈനിട്ട് പോലീസ്. ബംഗളൂരു സ്വദേശിയായ യുവതിക്കാണ് സിറ്റി ട്രാഫിക് പോലീസ് ഭീമമായ പിഴ ചുമത്തിയത്. 270 തവണയാണ് ബംഗളൂരു നഗരത്തിൽ നിയമം തെറ്റിച്ച് യുവതി വാഹനം ഓടിച്ചതെന്ന് ട്രാഫിക് പോലീസ് പറഞ്ഞു. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുക, പിൻസീറ്റ് യാത്രക്കാരൻ ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, റോങ് സൈഡിൽ വാഹനം ഓടിക്കുക, സിഗ്നലുകളിൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അപകടകരമായും അശ്രദ്ധമായും സ്കൂട്ടർ ഓടിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഹോണ്ട ആക്റ്റീവ യാത്രക്കാരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ നിയമലംഘനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ TV9 കന്നഡ എന്ന ചാനൽ പുറത്തുവിടുകയും ചെയ്തു. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 1.36 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും വാഹനം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. അതിശയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, യുവതി ഓടിച്ച ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറിന്റെ വിലയേക്കാൾ 1.5 ലക്ഷത്തോളം രൂപയാണ് പിഴയായി അടക്കേണ്ടത്. കഴിഞ്ഞ വർഷം മറ്റൊരു സംഭവത്തിൽ 255 ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയതിന് ബംഗളൂരുവിലെ ജയനഗർ ട്രാഫിക് പോലീസ് ഒരു സ്കൂട്ടർ പിടിച്ചെടുക്കുകയും പ്രതിയായ യുവാവിന് 1.3 ലക്ഷം രൂപ ഫൈനും അടിച്ചിരുന്നു. ട്രാഫിക് മാനേജ്മെന്റ് സെന്റർ തുടർച്ചയായി നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ ഒരു ലിസ്റ്റ് നൽകി. ഇത് ട്രാക്ക് ചെയ്താണ് പിഴ ഈടാക്കിയത്. ഡെലിവറി ജീവനക്കാരനായ യുവാവ് തന്റെ വീടിന് സമീപമാണ് ഏറ്റവും കൂടുതൽ തവണ റോഡ് നിയമങ്ങൾ ലംഘിച്ചത്. നേരത്തെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ട്രാഫിക് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനും നിയമലംഘകർക്ക് പിഴ ചുമത്തുന്നതിനും CCTVയും AI ക്യാമറയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരുന്നു.